നമസ്കാരം സുഹൃത്തുക്കളെ. ഭാരതം എന്ന ഹിന്ദുസ്ഥാൻ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന് എതിരായിട്ട് കടുത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കി കഴിഞ്ഞു. നയതന്ത്ര ബന്ധങ്ങളൊക്കെയും വിച്ഛേദിച്ചു കഴിഞ്ഞു. പാക് പൗരന്മാരോട് സമയപരിധിക്കുള്ളിൽ തിരിച്ചു പോകാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ചില മിസൈൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. അപ്പോൾ യുദ്ധസന്നദ്ധമായി നിൽക്കുകയാണ് ഭാരതത്തിന്റെ ജനതയും അതെ. അപ്പോൾ ഈ കാര്യങ്ങളുമായി കടുത്ത നടപടികളുമായി ഈ ജലയുദ്ധവുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ചില നയതന്ത്രജ്ഞന്മാരുടെ കരച്ചിലൊക്കെ നേരത്തെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. സമവായമാണ് വേണ്ടത്, ജലയുദ്ധമല്ല വേണ്ടത് എന്നൊക്കെയുള്ള ചില മനുഷ്യാവകാശ കരച്ചിലൊക്കെ നാം കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഗോവിന്ദചാമിയുടെ പോലും മനുഷ്യാവകാശത്തിന് വേണ്ടി കരഞ്ഞ മനുഷ്യരുള്ള ഭാരതമാണ്. അത്തരം മനുഷ്യർ പറയുന്നത് 370 എന്ന വകുപ്പ് റദ്ദാക്കിയതാണ് കാശ്മീരിലെ എല്ലാ പ്രശ്നത്തിനും കാരണം. അതിനു മുമ്പ് കാശ്മീരിൽ ഇങ്ങനെ സമാധാനം വിളയാടിയിരുന്നു എന്നാണ്. അത് നമുക്ക് അറിയാലോ കാശ്മീർ എന്തായിരുന്നു മുമ്പ് എന്നുള്ളത്. അപ്പോൾ അത്തരം ആൾക്കാർ, ഈ മനുഷ്യാവകാശ കരച്ചിൽ നടത്തുന്നവർ സുപ്രീം കോടതിയെ സമീപിച്ചേക്കാം. പാകിസ്ഥാന്റെ മനുഷ്യാവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ ഭാരതത്തിലുള്ളവർ, ആ ആഭ്യന്തര ഭീഷണികൾ സുപ്രീം കോടതിയെ സമീപിച്ചേക്കാം. സുപ്രീം കോടതി ഇനി എന്ത് വിധിയാണ് പുറപ്പെടുവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. കാരണം മനുഷ്യാവകാശത്തിന്റെ കാര്യമാണല്ലോ. അപ്പോ ഈ ഭരണകൂടത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണെങ്കിലും ഒരു ജനതയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ആണെങ്കിൽ പോലും ചില വിധികൾ വന്നേക്കാം എന്നും നാം പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതേ തരത്തിലുള്ള ചില നിയമ നടപടികൾ കൊണ്ടാണ് കാശ്മീരിൽ ഇപ്പോഴുള്ള ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. കാശ്മീരിൽ സമയപരിധിക്കുള്ളിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നും സംസ്ഥാന സർക്കാർ നിലവിൽ വരണമെന്നുമൊക്കെയുള്ള സുപ്രീം കോടതിയുടെ വിധി കാരണമാണ് പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാർ നിലവിൽ വന്നു. ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തുറക്കുമ്പോൾ കേന്ദ്രസേനയെ അറിയിക്കുക എന്നുള്ളത്. അത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ്. എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാർ പറയേണ്ടതാണ്. ആ ഉത്തരം പറയാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ്. അവിടെ ജനാധിപത്യവും ഒരു സംസ്ഥാന സർക്കാരിനെയൊക്കെ കൊണ്ടുവന്ന സുപ്രീം കോടതി കൂടി ഈ കാര്യങ്ങളൊക്കെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ഒരു ജനതയ്ക്ക് ചോദിക്കാനുള്ളത്. ഇത്ര തിരക്കിട്ട് കേന്ദ്ര ഭരണത്തെ തൂത്തെറിഞ്ഞ് ഒരു സംസ്ഥാന ഭരണം കൊണ്ടുവന്ന് ജനാധിപത്യ പ്രക്രിയയൊക്കെ നടത്തി കഴിഞ്ഞപ്പോ ആ സംസ്ഥാന ഗവൺമെന്റ് എന്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭീകരരുണ്ടോ എന്ന് ശ്രദ്ധിച്ചില്ല. അവിടുത്തെ ജനത തന്നെ പറയുന്നു ഭീകരരോട് പിന്തുണയുള്ള ആ മനോഭാവമുള്ള ഒരു വിഭാഗം ജനങ്ങൾ കശ്മീരികൾക്കിടയിലുണ്ട് എന്നുള്ളത്. ആ ഭീകരർക്ക് താമസ സൗകര്യം കൊടുക്കുകയും മറ്റ് സഹായങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പാകിസ്ഥാനോട് അനുഭാവമുള്ള ജനങ്ങൾ ആ പ്രദേശത്തുണ്ട് എന്നുള്ളത് ആ പ്രദേശത്തെ പരിചയമുള്ളവരും തദ്ദേശവാസികളും ഒക്കെ പറയുന്നു. അപ്പോൾ ഇതിൽ ആരാണ് പ്രതികൾ? എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. ആഭ്യന്തര ഭീഷണികൾ ഉള്ളപ്പോൾ സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കും. അതെന്നും ഭാരതത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഒറ്റുകാർ എന്നും ഉണ്ടായിരുന്നു. പഴശ്ശിരാജയെ ഒറ്റിയ കണാര മേനോനെ തുടങ്ങി അങ്ങോട്ട് ഒറ്റുകാർ ഒരുപാടുണ്ടായിരുന്നു. പൃഥ്വിരാജിനെ ഒറ്റിയ ജയചന്തും ഒക്കെയും ഉണ്ടായിരുന്നു. ആഭ്യന്തര ഭീഷണികളാണ് നമ്മൾ നേരിടാനുള്ള ഏറ്റവും വലിയ പ്രശ്നം. അത് മനസ്സിലാക്കി വേണം കോടതികളും നിയമ സംവിധാനങ്ങളും ഒക്കെ പെരുമാറാൻ എന്നുള്ളതാണ് ഒരു ജനതയുടെ വലിയ ഒരു അപേക്ഷ. രാഷ്ട്രായ സ്വാഹ ഇദം നമഃ.